കേരള സഭയ്ക്ക് നൽകിയ അതിവിശിഷ്ട സംഭാവനകൾക്ക് മൽപ്പാൻ പദവി നൽകി ആദരിച്ച പ്രശസ്ത ബൈബിൾ പണ്ഡിതൻ ഫാദർ മൈക്കിൾ കാര്യമറ്റം നിത്യതയിലേക്ക് യാത്രയായി. 83 വയസ്സായിരുന്നു. കരുവഞ്ചാലിലുള്ള സെന്റ് ജോസഫ് ആശുപത്രിയിൽ കുറച്ച് ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു. തലശ്ശേരി അതിരൂപതാംഗവും ബൈബിൾ പണ്ഡിതനുമായ ഫാദർ മൈക്കിൾ കാര്യമറ്റത്തെ 2022 മൽപ്പാൻ പദവി നൽകി ആദരിച്ചത്. സീറോ മലബാർ മെത്രാൻ സിനഡിന്റെ തീരുമാനപ്രകാരമാണ് ഫാദർ മൈക്കിൾ കാര്യമറ്റത്തിന് ഈ പദവി നൽകിയത്. പാണ്ഡിത്യം കൊണ്ടും പ്രബോധനങ്ങൾ കൊണ്ടും വിശ്വാസ പരിശീലന, വിശ്വാസ സംരക്ഷണ മേഖലകളിൽ അതിവിശിഷ്ട സംഭാവനകൾ നൽകുന്ന വൈദികർക്കാണ് സിനഡ് മൽപ്പാൻ പദവി നൽകുന്നത്. 1942 ഓഗസ്റ്റ് 11 മൈക്കിൾ അച്ഛന്റെ ജനനം. കോഴിക്കോട് ജില്ലയിലെ കുളത്തുവയൽ ഹൈസ്കൂളിൽ നിന്നും പഠനം പൂർത്തിയാക്കി തലശ്ശേരി സെമിനാരിയിൽ ചേർന്നു. ആലുവയിലും റോമിലുമായി വൈദിക പരിശീലനം പൂർത്തിയാക്കിയ ശേഷം 1962 ജൂൺ 29 പൗരോഹിത്യം സ്വീകരിച്ചു. തുടർന്ന് റോമിലെ പ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. POC ബൈബിൾ മലയാള പരിഭാഷയുടെ എഡിറ്റർ, തലശ്ശേരി സന്ദേശഭവൻ ഡയറക്ടർ, ചാലക്കുടി ഡിവൈൻ ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പൽ, തൃശൂർ മേരിമാത മേജർ സെമിനാരി അധ്യാപകൻ എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചു. 40-ലധികം ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലുമായി രചിച്ചിട്ടുണ്ട്. നിരവധി ബൈബിൾ കമന്ററികൾ രൂപപ്പെടുത്തുന്നതിനും മൈക്കിൾ അച്ഛൻ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. 1999 ആലുവ സെന്റ് തോമസ് പോന്തിഫിക്കൽ സെമിനാരിയും 2009 മേരി വിജയ മാസികയും അദ്ദേഹത്തിന് പ്രത്യേക അവാർഡുകൾ നൽകി ആദരിച്ചു. 2012 KCBCയുടെ മാധ്യമ കമ്മീഷൻ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ശരീരത്തിൽ വേർപിരിഞ്ഞെങ്കിലും ഫാദർ മൈക്കിൾ കാര്യമറ്റത്തിലൂടെ സഭയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ദൈവശാസ്ത്ര സമ്പത്ത് കേരള സഭയിൽ മായാതെ പ്രശോഭിക്കും. വന്യവൈദികന് പ്രാർത്ഥനയോടെ വിട.